അപ്പോൾ സേഫ് ഫോർ അൽത്താമെന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെന്ത് കാണും, ഒരുപാട് കാണില്ല, നല്ല ലെന്ത് കാണും കേട്ടോ. അപ്പോൾ വീഡിയോയുടെ അടിയിൽ വരുന്ന 1-2 കമൻറ്റുകൾ ശ്രദ്ധിച്ചു. അതിൽ മെയിനായിട്ട് 1-2 പേര് ചോദിച്ചത് ഷോർട്ടേജിലെ ആൺ പെണ്ണ് വ്യത്യാസം തിരിച്ചറിയുന്നത് പറഞ്ഞല്ലോ, ബാക്കി കാര്യങ്ങളും പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കിന്ന് ഷോർട്ടേജിൽ മീനിനെ പറ്റി തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഷോർട്ടേജിൽ മീൻ എന്ന് പറയുമ്പോൾ ഞാൻ ചില വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് എന്ന് പറയുന്നത് വാളാണ്, ടേൽ എന്ന് പറഞ്ഞാൽ വാലും. അപ്പോൾ ഈ ഷോർട്ടേൽ എന്ന് ഉദ്ദേശിക്കുന്ന വാള് പോലെയാണ് വാലിരിക്കുന്നത്, ഇങ്ങനെ ഒരു നീണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഷോർട്ടേൽ എന്ന പേര് പറയാൻ തന്നെ ഒരു കാരണം, വാള് പോലെയുള്ള വാല്, അതാണ് ഷോർട്ടേൽ എന്ന പേര് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഷോർട്ടേലിനെ വളർത്തുന്നവർക്ക് മാത്രമാകുന്ന 1-2 രഹസ്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ 1-2 പ്രത്യേകത ഈ മീനുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരസ്യമാക്കാം. ഈ രഹസ്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പരസ്യമാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഷോർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു 14-16 സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽ വരുന്നത്. മെയിൽ ഒരു 14 സെൻറ്റിമീറ്റർ വരുള്ളൂ, കാരണം അതിൻ്റെ വാല് നീളം മാത്രമാണ് ഈ മെയിലിൽ കൂടുതൽ വരുള്ളൂ. അപ്പോൾ സൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സൈസ് കൂടാൻ ചാൻസ് ഉള്ളത് എപ്പോഴും ഫീമെയിലാണ്. പിന്നെ എപ്പോഴും സമാധാനമായി നല്ല ശുദ്ധ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു മീനാട്ടോ ഈ ഷോർട്ടേൽ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പോണ്ടിലോ അല്ലെങ്കിൽ നമുക്ക് അക്യൂറത്തിലൊക്കെ സുഖമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മീനാണ് ഷോർട്ടേൽ. ഗപ്പിയുടെ കൂടെയോ പ്ലാറ്റിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് ഈ ഷോർട്ടേൽ ഇടാം. അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല, അത് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല. വളരെ സമാധാനപ്രിയമായ ഒരു മീനാണ് ഈ ഷോർട്ടേൽ. പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് റെഡ് ഷോർട്ടേലാണ്. അപ്പോൾ റെഡ് മാത്രമല്ല, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ മിക്സഡ് ആയിട്ട് വരും. അങ്ങനെ 3-4 കളർ വെറൈറ്റി ഉണ്ട് നമുക്ക് ഈ ഷോർട്ടേലിൽ. അപ്പോൾ ഇനി ഭക്ഷണത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിമിയ കൊടുക്കാം, മൊയിന കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗപ്പി ബൈറ്റ്സ് കൊടുക്കാം, ഇല്ലെങ്കിൽ ലൈഫ് ഫുഡ്സ് കൊടുക്കാം. നമുക്ക് അല്ലെങ്കിൽ പിന്നെ പായലൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഫുഡൊന്നുമില്ല. പിന്നെ നല്ല ഫുഡ് കൊടുക്കുവാണെങ്കിൽ, നല്ല റിച്ച് ക്വാണ്ടിറ്റി തോന്നിക്കുന്ന ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ നിറങ്ങളിൽ എപ്പോഴും ആ കളർ നിലനിൽക്കും. നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ഫുഡ് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ നിറം വാങ്ങാനുള്ളൊരു ചാൻസ് മെയിനായിട്ട് കാണുന്നുണ്ട്. ചില സമയത്ത് ഈ പെൺ ഷോർട്ടേൽ ആണായി മാറും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വാല് നീളമുള്ളതാണ് മെയിലെന്ന്. ചില സമയത്ത് നമ്മളുടെ മെയിലിൽ ഷോർട്ടേലിന് എണ്ണം വളരെയധികം കുറവായിരിക്കും. ഈ സമയങ്ങളിൽ നമ്മുടെ പെൺ ഷോർട്ടേൽ ആണായി മാറുകയും അതിലൂടെ കുറേ നാളായി ഷോർട്ടേൽ വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രമാകുന്ന ഒരു വളരെ ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള രഹസ്യം. അപ്പോൾ ഇതിനുള്ള കാരണം വെച്ചാൽ ബയോളജിക്കലായിട്ട് ഉണ്ടാകുന്ന മാറ്റം കേട്ടോ. അത് പ്രകൃതിപരമായിട്ടുള്ള കേട്ടോ, അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യുന്നതല്ല. അത് സ്വയം ഒരു ദൈവിക അനുഗ്രഹം അല്ലെങ്കിൽ കഴിവെന്നൊക്കെയാണ് നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഹൈബ്രിഡേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതായത് പ്ലാറ്റി, മിക്കി മൗസ്, ഇതിനൊക്കെ സാമ്യമായിട്ടുള്ള മീനാണ് ഷോർട്ടേൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൂടെ നമുക്ക് ഗപ്പിനെ വിടാം, ബാക്കിയുള്ള മീനെ വിടാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിടുന്ന പ്ലാറ്റിയോ അല്ലെങ്കിൽ മിക്കി മൗസിൻ്റെ ഒപ്പം ഒന്നിച്ചാണ് വിടുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ഇത് തമ്മിൽ ഇണ ചേരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഷോർട്ടേൽ പ്ലാറ്റിയുടെ ഫീമെയിലായിട്ടോ മെയിലായിട്ടോ ഇണ ചേരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന 3-4 കാര്യങ്ങളെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത്, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ നിറങ്ങൾ വ്യത്യാസം ഉണ്ടാകും. ഇപ്പം മെയിൽ ഒരു റെഡ് ആണെങ്കിലും ഫീമെയിൽ പ്ലാറ്റി വേറെ കളറാണെന്ന് വിചാരിച്ചു, ഇതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ 2ൻ്റെ ഒരു കളർ കിട്ടും, ചിലപ്പോൾ 2 അല്ലാത്തൊരു കളറായിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഹൈബ്രിഡ് നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്ടേലാണ് നിങ്ങളുടെ ടൈം കിടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാകും. ലേറ്റ് മെച്യൂരിറ്റി എന്ന് പറയും. അതായത് ഈ ആൺ ഷോർട്ടേൽ ഉണ്ടല്ലോ, അതിൻ്റെ വാല് ഇങ്ങനെ താന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ മെയിൽ അറിഞ്ഞത്. ചില സമയത്ത് ഇതിൻ്റെ വാല് ചിലപ്പോൾ താന്നിരിക്കില്ല, അതായത് നീട്ടം വരില്ല. ആ സമയത്ത് നമ്മളിത് പെൺ ഷോർട്ടേലാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പേരാണ് ലേറ്റ് ബ്ലൂമിങ് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് ഈ ആൺ ഷോർട്ടേലിൻ്റെ വാലാണ് ഇതിൻ്റെ ആണെന്ന് തിരിച്ചറിയാനുള്ള മെയിൻ ഒരു ഘടകം. അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ നീട്ടം ചിലപ്പോൾ ഒന്നുമില്ല, കാണുമ്പോൾ നമുക്ക് ഫീമെയിൽ പോലെ തോന്നും, ചിലപ്പോൾ ആണായിരിക്കും. അപ്പോൾ ഇതിന് ലേറ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വാല് മുളയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാഴ്സൽ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിലാണ് ഫീമെയിലാണെന്ന് നമുക്ക് പോലും ചില സമയത്ത് സംശയം ഉണ്ടാവാവുന്ന ഒരു രസകരമായൊരു കാര്യം ഈ ഷോർട്ടേലിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഈ ഷോർട്ടേൽ എന്ന് പറയുന്ന സാധനം മുട്ടയിടുമല്ല കേട്ടോ, പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രസവത്തിൽ ഏകദേശം ഒരു 10-40 കുഞ്ഞുവരെ ഉണ്ടാവും കേട്ടോ. പിന്നെ ദീർഘനാൾ ജീവിക്കും. ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ ഗപ്പി പോലെ വളർത്താൻ ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയൊരു മീനാണെന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവെ പറയുന്നൊരു മീൻ ഷോർട്ടേലാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് മീനും ഷോർട്ടേലാണ്. കാരണം വളരെ ഇപ്പം പേര് വെച്ചിപ്പോൾ കടയിലപ്പോൾ വില കൂടുതലാണ്, എന്നാലും നമുക്കൊരു 10-100 രൂപയ്ക്കുള്ളിൽ തന്നെ നമുക്കൊരു നല്ലൊരു പെയർ മേടിച്ചിട്ട് തന്നെ ഒരു 2-3 ആഴ്ച കൊണ്ട് അതിന് കുഞ്ഞിറങ്ങും.
പെട്ടെന്ന് ചത്തു പോകാനുള്ളൊരു ഇത് പ്രശ്നമില്ല. കാരണം ക്ലൈമറ്റ് ഒക്കെ അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഹൈഡ് ചെയ്യാനുള്ള സ്പേസ് കുറേ ചെടികളൊക്കെ നിങ്ങൾ വെക്കുവാണെങ്കിൽ ഒരുപാട് നമ്മൾ ഗപ്പിയൊക്കെ കുഞ്ഞിറങ്ങുന്ന പോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് ഈ സോട്ടേന്ന് കിട്ടും. അപ്പോൾ ഇതൊക്കെയായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും മീനിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ കുറേ കമൻറ്റുകൾ കണ്ടു, അതുകൊണ്ടാണ് എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. സാധാരണ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് കിട്ടില്ല, ചിലവരത് കണ്ടെന്നുമില്ല, അതുകൊണ്ടാണ് ഒറ്റ വീഡിയോ ആക്കിയത്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ ഇടുക. അതൊരു ബൈ. I'm a broken home. I gave you all the bricks that I own and know. I'm letting go. I'm breaking these walls down, breaking these walls down. If you want adventure, then fly to home. But if you wanna travel, then go.